തോപ്പൻ അന്ന് പറഞ്ഞത് കറക്റ്റാ. എവിടെയോ ഒരു ആനി കിടപ്പുണ്ട്. ആ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മച്ചിയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചാലോ? എന്നാ ഈ പറയുന്നേ? അവക്ക് താല്പര്യമില്ലെങ്കിലോ? നമ്മൾ വെറുതെ അമ്മച്ചിയെ കൊണ്ട് അവിടെ ചെല്ലുമ്പോ അവള് വേണ്ടാന്ന് പറഞ്ഞാലോ? പോട പൊട്ട, പ്രേമിക്കറിയാൻ മേലാത്ത മണ്ടന്മാര്. നമ്മൾ ഏത് പെണ്ണിനോടും ഇഷ്ടമാന്ന് പറയുമ്പോ അവരാദ്യം അയ്യോ എനിക്കൊന്നും അറിയാൻ മേലായേ, ഞാൻ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാ മതിയോ, എന്താ ഇതൊക്കെ എന്നൊക്കെ പറയുമെങ്കിലും മുഖത്ത് നോക്കി ഇഷ്ടമെന്ന് പറയണ ചങ്കൂറ്റുള്ള ആമ്പിളേരോടാണ് എന്നും പെമ്പിളേർക്ക് ഇഷ്ടം. മനസ്സിലായോ? എന്റെ പട്ടി അവളുടെ അടുത്ത് ഐ ലവ് യു പറയാൻ. നീ എന്നെ പറ്റി വിചാരിച്ചേ? അയ്യോ കണ്ട പെണ്ണുങ്ങളൊക്കെ പറയണ ഐ ലവ് പറയലാണ്ടാ എന്റെ ജോലി. ജോപ്പന് കൊണ്ട് അടിച്ചേ. എന്തിയാ പല്ലറിയാ? അടിക്കും. നല്ല അന്തിപ്പനയാ. ആ മനസ്സം കൊണ്ട് ഇളകട്ടെ. അതടിച്ചാ മനസ്സിളകില്ല, വയറിളകത്തുള്ളൂ. എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ശോ, ഞാൻ പോവാ. വേണ്ട, പറഞ്ഞിട്ട് പോയാ മതി. നാളെ പറഞ്ഞാ മതിയോ? മതി. അത് ശരി, അപ്പൊ റിഹേഴ്സലാണല്ലേ? എന്തൊക്കെയായിരുന്നു ഇന്നലെ ഷോ? ഐ ലവ് യുന്റെ പട്ടി പറയും, പൂച്ച പറയും, കള്ള, എന്നിട്ടിപ്പോ കുഞ്ചാക്കോ. ഹലോ, ഞാനാ ജോപ്പ, മരിയ. അവളാ മരിയ. എന്നാന്ന് ചോദിക്കേ. ആ എന്നാ പറ. അതെ, എനിക്ക് ജോപ്പനെ ഒന്ന് കാണണമായിരുന്നു. ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് കാണണോന്ന്. അതിനെല്ലാം നമുക്ക് കാണാന്ന് പറയുന്നേ. അതിനെ നമുക്ക് കാണാം. ആ എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് എന്റെ ഹോസ്റ്റലിന് മുന്നിൽ ഒന്ന് വരാവോ? ആ പിന്നെ കൂടെ ആരെയും കൂട്ടണ്ട, ഒറ്റയ്ക്ക് വന്നാ മതി. ഓ അങ്ങനെ ആയിക്കോട്ടെ. വൈകിട്ട് ഹോസ്റ്റലിന്റെ മുമ്പില്. ഓക്കെ ഓക്കെ, ശരി, സീ യു, ബൈ. എന്നതാ പറഞ്ഞേ? വല്ല മുടിഞ്ഞ തമാശയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കും. അയ്യോ എന്നതാടാ? ഓക്കെ, എന്നെ ഒന്ന് കാണണമെന്ന് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആ പിന്നെ പറയുന്നോണ്ടെന്ന് വിചാരിക്കരുത്. കൂടെയുള്ള ലോ ക്ലാസ്സുകൾ ആരെയും കൂട്ടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എന്നാ മതിയെന്നാ. ഇതിപ്പം ഇഷ്ടം പറയാൻ തന്നെ വിളിച്ചെന്ന് എന്നാ ഇത്ര ഉറപ്പ്? അതുകൊണ്ട് അത്ര വലിയ അഹങ്കാരം ഒന്നും വേണ്ട. എടാ മോനെ, മാത്താ പോത്താ കുരിയാ കുഞ്ഞിപ്പാലു, കൂത്താട്ടുകുളത്തുകാരി മര്യാദയ്ക്ക് ഈ തോപ്രാങ്കുടിക്കാരൻ ജോപ്പനോട് പിന്നെ എന്നാ ഒലക്കാടാ പറയാനുള്ളേ? അതുകൊണ്ട് മക്കള് പോ 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 പോ. എനിക്കേ ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. മനസ്സിലായില്ലേ? എന്നാ പിന്നെ കാണാം. ഇനി വല്ല ചാകാനായിരിക്കും വാതിലടച്ചത്? എന്ത് കാര്യത്തിന്? ഇതിനൊക്കെ വല്ല കാരണം വേണം, ഒരൊറ്റ തോന്നലാണ്. വചനത്തിന്റെ വാൽ. ഓ ഇതാണോ അച്ഛൻ പറഞ്ഞ പുലി? കാണാൻ പക്ഷെ ഒരു ലുക്കില്ലല്ലേ? അതെ, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ആനക്കാട്ടിൽ അച്ഛൻ തന്നേച്ചാ നന്ദി. ഓ വിളിച്ചിരുന്നു. ആ വന്നാട്ടെ. നമ്മൾ വിചാരിച്ച പോലെ ആള് മഹാഭാവം. ആനക്കാട്ടിലച്ഛന്റെ ഇടവേഗം നാലിയോ? അതേച്ചോ. ആരാ ഈ തോപ്പിൽ ജോപ്പൻ? ഞാനന്നേ. പ്രണയ നൈരാശ്യം മൂലമുള്ള കടുത്ത മദ്യപാനം. ആ ശരിയാക്കി എടുക്കാം. ആനക്കാട്ടിൽ അച്ഛൻ എഴുത്തി കൂടെ കുത്തിയതാ. എഴുത്തു കുത്തെന്ന് കേട്ടിട്ടില്ലേ? അതാ. അപ്പൊ ബാക്കിയുള്ള ഒരു ജോപ്പന് കൂട്ടു വന്നതായിരിക്കും അല്ലയോ? ഞങ്ങളും വിശ്വാസികളാണ്. അതെ, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവർ. അച്ഛനതെങ്ങനെ മനസ്സിലായി? അതെ, ഇവിടെ ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി പാലിച്ചിരിക്കണം. കേട്ടല്ലോ? ഈ നിയമങ്ങളൊക്കെ പാലിക്കാത്തവരെ ഇവിടുന്ന് പുറത്താക്കുമായിരിക്കും അല്ലേ അച്ചോ? ഒരിക്കലുമില്ല. അവരെ നിയമങ്ങൾ പാലിക്കാൻ പ്രാപ്തരാക്കും. കഠിനമായ വ്രതങ്ങളിലൂടെയും കടുത്ത ധ്യാനമുറകളിലൂടെയും അത് സാധിപ്പിക്കും. കുഞ്ഞേ, കഠിനമായ ധ്യാനമുറകൾ എന്നാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടിണിക്കിട്ട് അനുസരിപ്പിക്കുമെന്ന്. തോപ്പിൽ ബാസിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജോപ്പൻ. ആ അത് തന്നെ. നിയമങ്ങളും പ്രാർത്ഥനാ സമയങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ വാൾഡേഴ്സ് പറഞ്ഞു തരും. അപ്പൊ ശരി, ധ്യാനം തുടങ്ങാറായി. പെട്ടിയും പ്രമാണങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടേ ഹാളിലേക്ക് വന്നോളൂ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അച്ചോ. ഒന്ന് നിൽക്കൂ. ഇത്രയും വിനയം വേണ്ട, വിനയപ്രസാദായി പോവും. ഓ, ഒരു പൊടിക്ക് കുറച്ചോളൂ. വിനയം 2 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. പോടാ. ഇതിലും ഭേദം ചെയ്യില്ലായിരുന്നു. ഇത് രണ്ടും ഇതും ഒക്കെയാണ് നിങ്ങളുടെ കിടപ്പ് സ്ഥലം. ബായി ഒക്കെ ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ധ്യാന ഹാളിലേക്ക് വന്നോളൂ. ധ്യാനം തുടങ്ങി. അയ്യടാ, ഇത് കൊള്ളാട്ടോ, ട്രെയിനിന്റെ സെറ്റപ്പാണ്. ഇച്ചിരി കുലുക്കം കൂടെ ഉണ്ടായിരുന്നേ കറക്റ്റ്. എന്നാ കുലുങ്ങിക്കോടാ. ഈ അപ്പുറത്ത് ഞാൻ എടുക്കാണേ. വേണ്ട. നിനക്ക് കിടന്നു വിടുന്ന സ്വഭാവമുള്ളതാ. നീ മുകളിൽ കിടന്നാ താഴെ കിടക്കുന്നവർക്ക് വേണ്ട. ഇതിപ്പോ എന്നാ ചെയ്യാനാ? ബാഗിൽ വെക്കണ്ട, ചിലപ്പോ ആ വാളണ്ടിയർമാർ തപ്പിയാ കാണും. ഇടുപ്പി തിരിക്കും. പൊങ്ങി നിൽക്കരുത്. ഇന്നറിയാതെ ജെട്ടിയിട്ടത് എന്തായാലും ഭാഗ്യായി. അണ്ടർവെയർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കുപ്പി വെക്കേണ്ടോണ്ട് ഇട്ടിട്ടുണ്ടോ?
പിശാചിനെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ സമയമായിരിക്കും. ലഹരി പിശാചാകും. മദ്യവും മയക്കുമരുന്നും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും പിശാചിന്റെ സന്തതികളാകുന്നു. Sons of Devil. അപ്പൊ ഈ പിശാചിന്റെ ഭാര്യ ആരായിരിക്കും? ഇടുക്കി ഗോൾഡ്. പിശാചിന്റെ സന്തതികളിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവം എന്നെ കാണിക്കുന്നു, ഇവിടെ പലരുടെയും കയ്യിൽ പിശാചിന്റെ സന്തതികളായ സിഗരറ്റും മദ്യവും ഒക്കെ ഉള്ളതായിട്ട്. ദാ ഇവിടെ ഈ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് വലിച്ചെറിയൂ അവന്റെ ദുഷ്ട സന്താനങ്ങളെ. മടിക്കാതെ കൊണ്ടുവന്ന് നിക്ഷേപിക്കൂ, ഇല്ലെങ്കിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാവുമെന്ന് കർത്താവ് എന്നെ അറിയിക്കുന്നു. എന്താണ് നിങ്ങൾ മടിച്ചിരിക്കുന്നത്? നിക്ഷേപിക്കൂ. എല്ലാവരും ഉണ്ടല്ലോ, വന്നോളൂ, നിക്ഷേപിച്ചോളൂ, നോക്കണ്ടായിട്ടോ. തോപ്പ നമ്മൾ കൊണ്ടിടേണ്ടി വരുമോ? കൊണ്ടിട്ട് ഒന്നുകൂടെ ഞാൻ 5 ദിവസത്തെ കാവപ്പെടാനുള്ള സാധനം. ഇനിയുമുണ്ട് രണ്ടുപേർ കൂടി ഉണ്ട് ഇവിടെ. ആ 2 പേരുടെ ഇടുപ്പുകളിൽ പിശാചിന്റെ സന്തതികളെ സൂക്ഷിക്കുന്നതായി കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. ആ 2 പേർ ആരാണ്? എങ്ങനെ മനസ്സിലായി നമ്മുടെ സാധനം ഉണ്ടെന്ന്? അയ്യോ, ദിവ്യൻ. ആ 2 പേര് നമ്മൾ 2 പേരും ആയിരിക്കുമോ? ഓ, നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെടാ എരണം കെട്ടവനെ. കർത്താവ് എനിക്ക് ആ 2 പേരെ കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ പിടിക്കണോ, അതോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിക്ഷേപിക്കുന്നുവോ? നീ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരും. രക്ഷയില്ല. 5-6 രണ്ടുപേരുണ്ടായിരുന്നു. അച്ഛൻ പണി തന്നതാ. എഴുന്നേറ്റ എല്ലാ 2 പേരും ഇങ്ങോട്ട് വന്നോളൂ. ഈ അച്ഛൻ കുടിയന്മാരെ ബ്രാക്ക് തീർക്കാനായിട്ട് വേറെ ധ്യാനം കൂടേണ്ടി വരും. എന്താ ചിരി? വന്നോളൂ, നാണിക്കണ്ട. ദൈവത്തിന്റെ മുമ്പിൽ ഇതെല്ലാം കൂടി എന്നാ ചെയ്യുമായിരിക്കും? കൊണ്ടുപോയി അലുവ ഉണ്ടാക്കും. എന്നാ പോരെ? അലുവ കിട്ടിയാലും മതിയായിരുന്നു. അയ്യോ, കുടിച്ചു കൊഞ്ചു പോലെ ആയല്ലോ. ഇനിയും നിർത്താറായില്ലേ? നിർത്തിയതാ, വേണമെങ്കിൽ ഇനിയും നിർത്താം. കട്ടപ്പന്റെ ബ്യൂറേജ് പോലുണ്ട്. എന്തോരം വെറൈറ്റികളാ ഈ ബക്കറ്റ് അടിച്ചു മാറ്റി വരൂട്ടാ. ഇനി വചനം എന്നെ നീ കരയിക്കാതെ കൊണ്ടുവന്ന് ഇടാൻ നോക്ക. വേഗം. ഇതെന്താ പേന? അച്ഛോ, ഈ പേരൊരു മഷിയല്ലച്ചോ, മദ്യോട് ഒരു 90. വേഗിട്ടിട്ട് പോടോ. ഓ സാത്താനെ, വർഷങ്ങൾക്ക് ശേഷം ആ 2 അടിക്കാതെ ഉച്ചക്ക് ഊണ് കഴിക്കുന്നത്. കർത്താവിന്റെ ഓരോ പരീക്ഷണങ്ങളാ. ഇനി വയറിനെങ്ങാനും പിടിക്കാതെ വരുമോ? എന്തായാലും കൃത്യസമയത്ത് ആഹാരം കഴിക്കണം ആദ്യമായിട്ടാ. കുടിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു. നല്ല വിശപ്പ്. അത് ആക്രാന്തം കൊണ്ടാടാ വിശപ്പ്. അത്ര പെട്ടെന്ന് കള്ളിനെ തള്ളി പറയാതെടാ ദുഷ്ട. അതെ, ഇവിടെ സാമ്പാറാട്ടാ. ചിക്കനും ബീഫും ഒന്നും ഇല്ലേ ബ്രദറെ? കാല് മതിയോ? മതി. ഓ ഇത് കാലല്ലല്ലോ, കോലല്ലേ? അതെ, ഈ മുരിഞ്ഞക്കോലെ ചിക്കൻ കാലാന്ന് വിചാരിച്ച് അങ്ങ് കടിച്ച് പറിച്ചാ മതി കേട്ടോ. ഇവിടെ നിന്ന് പോണേന് മുമ്പ് ഈ ബ്രദറിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ചിക്കൻ കോല് വേണ്ട. വേണ്ടേ? പക്ഷേ ഒരെണ്ണം അടിക്കാൻ എന്നാ വഴി? ഓ, ഉള്ളത് കൊണ്ടാ തെമ്മാടി പകറ്റി ഹോമിച്ചില്ല. ഇനി തൽക്കാലം ഈ കരിങ്ങാലി വെള്ളം വിസ്കിയാണെന്ന് വിചാരിച്ച് അടിച്ചാൽ മതി. ആ, കരിങ്ങാലി വെള്ളമെങ്കിൽ കരിങ്ങാലി വെള്ളം. ഇവർന്നല്ലേ അച്ഛയെ ശബ്ദം കേട്ടത്? അച്ചോ, സൗണ്ട് മാത്രമേ ഉള്ളൂ, സാധനം വേറെ. ഇവിടെ ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടെന്ന് അറിയില്ലേ? അതൊക്കെ സാത്താന്റെ നിഘണ്ടുവിലുള്ള വാക്കുകളാണ്. എന്റെ പൊന്നച്ചോ, ഞങ്ങളുടെ സാത്താന്റെ നിഘണ്ടുവില്ല, ഡിക്ഷണറിയും ഇല്ല. ശീലമായി പോയതുകൊണ്ട് ഈ കരിങ്ങാലി വെള്ളം കുടിക്കുമ്പോൾ ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ചിയേഴ്സ് വിളിച്ചു പോയെന്നുള്ളൂ. അച്ഛൻ ക്ഷമിച്ചുകളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറയൂ. ഒന്നൊച്ച വെച്ചാൽ, ഒരു ചിയ ശബ്ദം കേട്ടാൽ ഉണരുന്ന പാപികളാണ് ഇവിടെ ഉള്ളവർ. അവരെ ഉണർത്തരുത്. പിന്നെ കർത്താവ് വീഞ്ഞാക്കിയത് പച്ചവെള്ളമാണ്, അല്ലാതെ കരിങ്ങാലി വെള്ളമല്ല. എന്നെ കൊണ്ട് കടുത്ത ധ്യാനമുറകൾ എടുപ്പിക്കരുത്. എന്റെയാന്ന് എടുത്തോ. ഇനി എഴുത്തണോ? ഹലോ ഹലോ, അരവിന്ദനാണോടാ? അരമണിക്കൂറായാലോടാ കേറിയിട്ട്. എന്നടാ പേറ് വിളിയാണോ? നീ ബുക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. വേഗം ചെല്ല്, ധ്യാനം തുടങ്ങാറായി. പിന്നെ സമയത്തിന് ചെല്ലാം. ഇതന്നെ വല്ല കല്യാണമല്ലോ ആണ്. ആ മാത്തൻ അവിടെ കിടന്നുറങ്ങാം. പാപ്പിച്ചേനോട് ക്ഷമിക്കേ. അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ക്ഷമാശീലുള്ളവർ ദൈവത്തെ കാണും. ഞാൻ എന്തായാലും നാളെ കണ്ടോളാം. ഞാനോട് ആദ്യം വന്നേ. ശാഠ്യം പിടിക്കരുത്. ദൈവം നിന്നോട് ചോദിക്കും. പിന്നെ ഇതാ ഒന്ന് പോയ അവിടെ നിന്ന്